കീർത്തി സുരേഷ് ഒരു ദശാബ്ദക്കാലമായി സിനിമയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. സിനിമയിൽ പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു കീർത്തിയുടേത്. ആ ഒരു വളർച്ചയിലൂടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ കീർത്തി എന്ന അഭിനേത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. തുടക്കകാലത്ത് വെറും നായികാവേഷങ്ങൾ ഒതുങ്ങിയ കീർത്തി ഇപ്പോൾ കഥാമൂല്യമുള്ള ചിത്രങ്ങളുടെ ഭാഗമാണ്. ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയെപ്പോലെ ഒറ്റയ്ക്ക് ഒരു ചിത്രം ലീഡ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് കീർത്തി നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. പുതിയ ചിത്രം രഘുദത്തയിലും പ്രധാന വേഷത്തിൽ എത്തുന്നത് കീർത്തി സുരേഷ് തന്നെ. കീർത്തിയുടെ സിനിമാ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉയർച്ചതാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചില സിനിമകൾ വലിയൊരു തെറ്റായി മാറിയിട്ടുണ്ട്. തൻ്റെ നിലപാടുകളെക്കുറിച്ചും സിനിമയിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും എസ് മ്യൂസിക്കിലൂടെ കീർത്തി സംസാരിക്കുന്നു. സിനിമയിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നോ എന്നായിരുന്നു. സിനിമയിലെത്തിയപ്പോൾ നിരവധി അവസരങ്ങൾ ലഭിച്ചു. പലതും വലിയ സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാനായിരുന്നു. എന്നാൽ ഞാൻ എങ്ങനെയാണ് അവരോട് നോ എന്ന് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അന്ന് അത്രയ്ക്കും വലിയ തീരുമാനം എനിക്ക് എടുക്കാൻ സാധിച്ചു എന്ന് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. എനിക്ക് സിനിമ പാഷനാണ്, അല്ലാതെ പണം സമ്പാദിക്കാനുള്ള മാർഗമല്ല. എനിക്ക് ഓടി നടന്ന് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമില്ല. അതിപ്പോഴും താല്പര്യമില്ല. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത സിനിമയെക്കുറിച്ച് ആലോചിക്കൂ. അതിനാൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായി. എന്നാൽ അതിൽ ദുഃഖമില്ല. ആ തീരുമാനത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇടയ്ക്ക് തുടരെ എൻ്റെ സിനിമകൾ പരാജയപ്പെട്ടു കൊണ്ടിരുന്നു. അതിൽ അല്പം വിഷമമുണ്ടായിരുന്നു. ഒരു ഡിപ്രഷൻ പോലെ സംഭവിച്ചു. ഞാനപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു. മാനസികമായി തകർന്നു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി ഇരിക്കും. അതിന് വലിയ സമാധാനം എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, വെറുതെയിരിക്കും. വല്ലാത്ത വിഷമത്തിലാണെങ്കിൽ അളവിലും അധികം ആഹാരം കഴിക്കും. ഇങ്ങനെ വീട്ടിൽ ഒരു 4 ദിവസം ഇരുന്നാൽ തന്നെ എനിക്ക് സന്തോഷമുണ്ടാവും. ഒരുപാട് മാറ്റം ഉണ്ടാവും, കീർത്തി സുരേഷ് പറഞ്ഞു. സിനിമകൾ പരാജയപ്പെട്ടത് കീർത്തി തുറന്നു പറയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. പൊതുവെ ആർട്ടിസ്റ്റുകൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം തനിക്ക് പഠിക്കാനുള്ള ഓരോ പാഠങ്ങളായിരുന്നു എന്നാണ് കീർത്തി പറയുന്നത്. കൽക്കി എന്ന സിനിമയിലെ ബുജി എന്ന കഥാപാത്രത്തെ ആരും മറക്കില്ല. കീർത്തിയുടെ അവസാനം ഇറങ്ങിയ പവർഫുൾ കഥാപാത്രമായിരുന്നു. ശബ്ദം മാത്രമായിരുന്നു എങ്കിലും ബുജി തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു.